ഹായ് എവരിവൺ, വെൽക്കം ടു മൈ മദേഴ്സ് കിച്ചൻ. ഇന്ന് ഞാൻ ഓണത്തിന്റെ ആദ്യത്തെ കറിയാണ് ഉണ്ടാക്കുന്നത്. അത് എൻ്റെ അമ്മച്ചി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന തേങ്ങ വറുത്തരച്ചുള്ള ഒരു ലെമൺ കറിയാണ്. ഈ 3 ലെമൺ ആണ് നാരങ്ങ കറിക്ക് ഞാൻ എടുത്തിരിക്കുന്നത്. അത് മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കാൻ പോവുകയാണ്. ഈ കറിക്ക് ഏത് നാരങ്ങ വേണമെന്നൊരിലും ഉപയോഗിക്കാം. നാട്ടില് വടുകപ്പുളി നാരങ്ങ, കറി നാരങ്ങ, അങ്ങനെ പല തരത്തിലുള്ളത് കിട്ടും. പക്ഷെ ഇവിടെ എനിക്ക് ഇത് ഉള്ളത് കൊണ്ടാണ് ഞാൻ ലെമൺ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ലെമൺ ഇത് ഉപയോഗിക്കാം. ഈ വലിപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. നാരങ്ങ അരിഞ്ഞ് മാറ്റി വെച്ചു. ഇനി കറിക്കുള്ള അരപ്പിന് വേണ്ടിയിട്ടുള്ള തേങ്ങ വറുക്കാനായിട്ട് പോവുകയാണ്. ഇത് 1.5 കപ്പ് തേങ്ങയുണ്ട്. അത് ഞാനൊരു ഫുഡ് പ്രോസസ്സറിലിട്ട് പൾസ് ചെയ്ത് പൊടിച്ചെടുത്തിരിക്കുന്നതാണ്. അതുകൊണ്ട് പെട്ടെന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് മീഡിയം ഫ്ലെയിമിലാണ് ഇത് വറക്കുന്നത്. ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഒരുപോലെ വറുത്തെടുക്കാനായിട്ട് പറ്റുകയില്ല. തേങ്ങ വറക്കാൻ തുടങ്ങിയിട്ട് 5 മിനിറ്റ് കഴിഞ്ഞു. അതിൻ്റെ വെള്ളം സ്വല്പം വറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 6 തണ്ട് കറിവേപ്പിലയും 15 ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടെ ഇട്ട് ഇളക്കി മൂപ്പിക്കാൻ പോവുകയാണ്. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സവോളയും ഉപയോഗിക്കാം. ഇനി ഇത് നല്ല ബ്രൗൺ നിറം ആകുന്നിടം വരെ നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കണം. തേങ്ങ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. തേങ്ങ മൂത്ത് വരുമ്പോഴത്തേക്കിന് അതിൻ്റെ നല്ല മണം വരും. അന്നേരപ്പോൾ നമുക്കറിയാം ഇത് പൊടിയിടാറായിട്ടുള്ള സമയമായി. ഇന്ന് തീ നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് ഇതിലേക്ക് ഞാൻ 1.5 ടീസ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കണം. മുളക് പൊടിയും മല്ലിപ്പൊടിയും തേങ്ങയും കൂടി നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഞാൻ സ്റ്റൗ ഓഫാക്കി ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കുകയാണ്. സ്റ്റൗ ഓഫാക്കിയാലും 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. അല്ലെന്ന് വരില്ല, ഈ പാത്രത്തിൽ തന്നെ ഇരിക്കുകയാണെന്ന് വരില്ലാതെ കരിഞ്ഞു പോകും. അല്ലെങ്കിൽ നമ്മളിത് പാത്രത്തിൽ നിന്നും മാറ്റണം. തേങ്ങ വറുത്തത് തണുക്കുന്ന സമയത്ത് നാരങ്ങ ഞാൻ വേവിച്ചെടുക്കാൻ പോവുകയാണ്. അതിന് ഈ പാത്രത്തിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നു. സാധാരണ നാരങ്ങക്കറിക്ക് നല്ലെണ്ണയാണ് ഉപയോഗിക്കാറുള്ളത്. ഞാൻ തേങ്ങ വറുത്തരയ്ക്കുന്ന കറി ആയതുകൊണ്ടാണ് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് ഞാൻ ആദ്യം വെളുത്തുള്ളി ഇടുകയാണ്. ഇതൊരു 5 വലിയ വെളുത്തുള്ളി നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞതാണ്. വെളുത്തുള്ളി കരിയാതെ നോക്കണം. ഇതിലേക്ക് ഞാൻ ഒരു 1.5 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞത്, ഇതൊരു 1.5 ടേബിൾ സ്പൂണോളം കാണും, അതും കൂടി ഇട്ട് കൊടുക്കുന്നു. ഒരു 5 പച്ചമുളക്, എരിവുള്ള പച്ചമുളകാണ്, അതും കൂടെ ഇതിലിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ഒരു തണ്ട് കറിവേപ്പിലയും ഇടുന്നു. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒരുമാതിരി ബ്രൗൺ നിറം ആയിട്ടുണ്ട്. ഒരു 7-8 മിനിറ്റ് ഞാനിത് വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ നാരങ്ങ ഇട്ട് കൊടുക്കുകയാണ്. നാരങ്ങയും 3-4 മിനിറ്റ് വഴറ്റണം. നാരങ്ങ 3-4 മിനിറ്റ് വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഈ നാരങ്ങയിലേക്ക് ഞാൻ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. നാരങ്ങ ഇനി ഒരു 3-4 മിനിറ്റ് ഒന്ന് വേകണം. ഒരുപാട് വെന്ത് പോകരുത്. ഇത് മൂടി വെച്ച് 3-4 മിനിറ്റ് വേവിക്കുക.
നാരങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതൊരു 5-6 മിനിറ്റോളം വെന്തിട്ടുണ്ട്. ഇനി ഞാൻ സ്റ്റൗ ഓഫാക്കി തേങ്ങ അരച്ചെടുക്കാനായിട്ട് പോവുകയാണ്. വറുത്ത് തേങ്ങ ഞാൻ ബ്ലെൻഡറിലിട്ടു. ഇത് വെള്ളം ഒഴിക്കാതെ ഒന്ന് പൊടിച്ചെടുത്തിട്ടാണ് ഞാൻ പിന്നെ വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുന്നത്. തേങ്ങ നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം വീതം ഒഴിച്ചാണ് അരച്ചെടുക്കുന്നത്. നാരങ്ങക്കറിക്കുള്ള തേങ്ങ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ക്രീം പാകത്തിൽ വേണം അരച്ചെടുക്കാനായിട്ട്. ഇത് അരച്ചപ്പോൾ ഞാൻ 1/2 കപ്പ് വെള്ളത്തോളം ഒഴിച്ചു. നിങ്ങൾ അരയ്ക്കുമ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുക. ഇനിയും ഞാനിത് കറിയിലേക്ക് ചേർക്കാൻ പോവുകയാണ്. അരച്ച പാത്രത്തിലെ വെള്ളം കൂടെ ഞാനതിൽ ഒഴിക്കുകയാണ്. തേങ്ങ അരച്ച പാത്രത്തിൽ നിന്ന് ഞാൻ 1/2 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചത്. ഇത് ഇപ്പോഴും സ്വല്പം കുറുകിയാണ് ഇരിക്കുന്നത്. സ്വല്പം കൂടെ വെള്ളം നമുക്ക് ഒഴിക്കാം. ഞാനൊരു 1/4 കപ്പ് വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇപ്പോൾ ആവശ്യത്തിന് വെള്ളമുണ്ട്. ഇപ്പോൾ ഞാൻ അരച്ചു കഴിഞ്ഞ് ഒരു 3/4 കപ്പ് വെള്ളം ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. ഉപ്പ് ഞാൻ നോക്കിയിട്ട് സ്വല്പം ഉപ്പിൻ്റെ കുറവും കൂടെ ഉണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുകയാണ്. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നിങ്ങൾ ചേർക്കണം. ഈ കറി ഒന്ന് ചെറുതായിട്ട് ചൂടാകണം, തിളയ്ക്കരുത്. ഒരു ആവി പൊങ്ങുന്ന സമയത്ത് ഇത് ഓഫാക്കണം. ഞാനിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഒന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യണം. സാധാരണ നാരങ്ങക്കറിയിൽ മധുരവും പുളിയും സ്വല്പം എക്സ്ട്രാ ചേർക്കാറുണ്ട്. പക്ഷേ ഇത് ഞാൻ തേങ്ങ വറുത്തരച്ച കറി ആയതുകൊണ്ട് ഇതിൽ മധുരവും പുളിയും ചേർക്കുന്നില്ല. ഇതിന് ആവശ്യത്തിന് പുളിയും എരിവും എല്ലാം ഉണ്ട്. നാരങ്ങക്കറി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിൽ ഞാൻ താളിച്ചൊഴിക്കാൻ പോവുകയാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉലുവ, 4 ഉണക്കമുളക്, 2 തണ്ട് കറിവേപ്പില. ഇനി ഞാൻ എണ്ണ കറിയിലേക്ക് ഒഴിക്കാൻ പോവുകയാണ്. ലാസ്റ്റില് കറിയിൽ നമുക്ക് ഇച്ചിരി ഉലുവ പൊടിയും കായപ്പൊടിയും കൂടെ ചേർക്കണം. അത് ഞാൻ 1/2 ടീസ്പൂൺ കായം പൊടിച്ചതും 1/4 ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടെ ചേർക്കുന്നു. കറി താളിച്ചതിന് ശേഷം മൂടി വെച്ചിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ നേരം ഇളക്കിയാൽ മതി. രുചിയുള്ള നാരങ്ങക്കറിയാണിത്. ഓണത്തിന് ഈ റെസിപ്പിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അതുപോലെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യുക.